ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല അടിപൊളി കുക്കീസാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ യോക്ക് ഉപയോഗിക്കണില്ല കേട്ടോ, എഗ് വൈറ്റ് മാത്രമാണ് നമ്മൾ ഇതിലോട്ട് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമല്ല കേട്ടോ ചേർക്കുന്നത്, നേരെ പഞ്ചസാര ആയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ എഗ് വൈറ്റും ഈ പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയുടെ തരികളൊക്കെ അതിൽ തന്നെ കിടന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ആൽമണ്ട് എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാകും. ഇനിയിപ്പോൾ നമ്മൾക്ക് ബീറ്ററൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് ആൽമണ്ട് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നമ്മൾക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടൂല. അപ്പോൾ അത് കാരണം നമ്മൾ കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഓരോ പ്രാവശ്യം ഇടുന്നതും കറക്റ്റായിട്ട് മിക്സ് ആക്കിയ ശേഷം മാത്രം അടുത്തതിട്ടിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ആൽമണ്ട് ഫ്ലോറും ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്, നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിത് കുക്കി ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാർ നോസിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലോട്ട് ഈ സ്റ്റാർ നോസിൽ കടത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാനും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇതേപോലുള്ള നമ്മൾക്ക് ബേക്ക് ചെയ്യേണ്ട ആ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പറാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഓരോ കുക്കീസും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾക്ക് എത്രത്തോളം വലുപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം സൈസിലായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു ഡെക്കറേഷൻ പണി കൂടെ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഒന്നില്ലെന്നുണ്ടെങ്കിൽ ആൽമണ്ട് വെക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ കാഷ്യൂ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ ആണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ഇതുപോലെ ഓരോ കാഷ്യൂവും ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്ത ശേഷം നമ്മൾക്കിത് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 10 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. അത് ബേക്ക് ചെയ്യുന്ന ടൈമിൽ അടിയിലും മുകളിലും കോയിൽ ഓണാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടിയിലത്തെ കോയിൽ ഓഫാക്കിയിരുന്നു. പിന്നീട് മുകളിലത്തെ കോയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും കരിയാണ്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിയാണ്ട് നല്ല കറക്റ്റായിട്ടുള്ള രീതിക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. എന്തായാലും എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എന്നാലും നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റവും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അടുത്തതൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.